ഒരു വിജയ് പടത്തിന് നെഗറ്റീവ് കൊടുത്തിട്ട് എന്തൊക്കെ അവസ്ഥ? ഞാൻ വിജയുടെ ഒരു പടം ഇറങ്ങാണ് ഗോട്ട്, അതിന്റെ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടില്ല. പക്ഷെ വിജയ് ചെയ്യുന്ന മണ്ടത്തരമാണ്. കാരണം പണ്ട് MGR പറയുന്ന നടൻ പൊളിറ്റിക്സും സിനിമ രണ്ടും കൊണ്ടുപോയതാണ്. വിജയ് സിനിമ വിടുന്നത് ശരിയല്ല. വിജയ്ക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. വിജയ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന മണ്ടത്തരമാണ്. ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ഫെയിലർ ആവാം. MGR പറഞ്ഞ പഴയ നടൻ രണ്ടും കൊണ്ടുപോയതാണ്. ഗോട്ട് എന്ന ഫിലിമിനെ സന്തോഷവർക്ക് എങ്ങനെ നോക്കി കാണുന്നത്? വിജയ് അത്ര വലിയ നടനൊന്നുമല്ല, സൂപ്പർ സ്റ്റാറാണ്. പുള്ളിയുടെ എല്ലാ സിനിമയും ഏകദേശം ഒരേപോലെയാണ്. വലിയ അഭിനയ സാധ്യത ഫിലിംസ് ഒന്നല്ല. ഒരു മാസ് പടം. പക്ഷെ ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല. ഒരു മാസ് പശ്ചാത്തലത്തില്ല ആയിരിക്കും. വിജയുടെ എല്ലാ പടം അങ്ങനെയല്ലേ? വിജയ്, രജനീകാന്ത് ഇവരുടെ എല്ലാ പടങ്ങളും ഇങ്ങനെയല്ലേ? ഫസ്റ്റ് ഡേ പോകും. അല്ല, അവര് വലിയ നടന്മാരല്ല, താരങ്ങളാണ്. ഫസ്റ്റ് ഡേ തന്നെ സന്തോഷവർക്ക് പോകും. ഫസ്റ്റ് ഡേ പോയിട്ടുണ്ട് കാര്യം. നമ്മള് ഒരു വിജയ് പടത്തിന് നെഗറ്റീവ് കൊടുത്തിട്ട് എന്തൊക്കെ അവസ്ഥ? ജീവനോട് ഇരിക്കാൻ പറ്റുമോ? ഇവിടെ ഇന്ത്യയിലും ഇന്ത്യയിലെ അഭിനയ സ്വാതന്ത്ര്യം, എന്ത് അഭിനയ സ്വാതന്ത്ര്യം ഉള്ളത്? നമ്മള് ഇപ്പൊ ഇവിടെ കോക്കിന്റെ പേരിൽ എത്ര കേസായി അഭിനയം പറഞ്ഞിട്ടാ? എന്തായാലും വിജയ് കാണിക്കുന്ന മണ്ടത്തരമാണ്. ഈ സിനിമ എടുത്തിന്റെ മണ്ടത്തരമാണ്. രണ്ടുപേരും കൊണ്ടുപോകണം. MGR ചെയ്ത അതാണ്. വിജയുടെ അതിന്റെ ഫസ്റ്റ് ലുക്കും സോങ് ഒക്കെ ഇറങ്ങിയൊക്കെ കുറെ ഡീഗ്രേഡിങ് ഉണ്ടായിരുന്നു. ട്രോളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സോങ്ങിനെ പറ്റിയിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും? അതിൽ ആക്ച്വലി എല്ലാ ഇതിന്റെ പോലെ വിജയ് നല്ല മാർക്കറ്റ് ഉണ്ട്. രജനീകാന്തിനെക്കാട്ട് മാർക്കറ്റ് ഉണ്ട്. തമിഴ് ഇവിടെ കേരളത്തില് ഇവൻ മോഹൻലാലിനെക്കാട്ട് മാർക്കറ്റ് ഉണ്ട്. നല്ല മാർക്കറ്റിൽ നടന്നതാണ്. പുള്ളി ഒരുപാട് രൂപ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇനിയിപ്പോ രൂപ വരെ ഉണ്ടാക്കിയതുകൊണ്ട് ആണോ പുള്ളിക്ക് ഇനി സിനിമയിൽ താല്പര്യമില്ലാത്ത അറിയില്ല. പക്ഷെ രാഷ്ട്രീയത്തിൽ കൊണ്ട് സക്സസ്ഫുൾ ആണോ ഇല്ല. രാഷ്ട്രീയത്തിൽ ഫെയിൽഡ് ആയി രണ്ടും കൊണ്ടുപോകണം ഏറ്റവും നല്ലത്. രാഷ്ട്രീയ സിനിമ വിടുന്ന മണ്ടപ്പുറമാണ്. ഗോട്ട് സിനിമയുടെ ട്രെയിലറൊന്നും കണ്ടില്ല. അടുത്ത കാലത്ത് ഇറങ്ങി ഒന്നൊരു പടം അത്ര ശരിയായില്ല. എന്നാലും ഒരു മാസ് പശ്ചാത്തല മൂവിയാണ് സാധ്യത. അല്ല വലിയ അഭിനയ സാധ്യതയുള്ള കലാമൂലിയിൽ പടമൊന്നും ആയില്ല. ട്രെയിലർ കാണാണ്ടാണോ വിജയുടെ പടത്തിന് പോകാൻ? വിജയ പടങ്ങളും ജനറലി അറിയാമല്ലോ. ജനറലി അറിയില്ല. ഒരേ ടൈപ്പാണോ? എല്ലാ പടവും ഒരേ പോലെയാണ്. മറ്റേ MGR പടങ്ങൾ അങ്ങനെയാണ്. ഇവരുടെ എല്ലാ പടവും ഒരേപോലെയാണ്. അല്ലാതെ എക്സ്പെരിമെന്റ് ചെയ്യോ വ്യത്യസ്തമായ സിനിമകളൊന്നും ഇവർ ചെയ്യുന്നില്ല. എക്സ്പെരിമെന്റ് ഇപ്പൊ ഫൂട്ടേജ് മൂവി നമുക്ക് കാണാൻ പോകുന്നത് അത് എക്സ്പെരിമെന്റ് മൂവിയാണ്. അങ്ങനത്തെ എക്സ്പെരിമെന്റ് ഒന്നും ഈ സൂപ്പർ സ്റ്റാറുകൾ ചെയ്യില്ല. ഇപ്പൊ മോഹൻലാൽ ഏകദേശം ആ ഒരു ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി എല്ലാ തരത്തിലും റോളും ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാർഡം വന്നതിന് സ്റ്റാർഡോ എന്ന് പറഞ്ഞാൽ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം. രജനീകാന്ത് അല്ലെങ്കിൽ MGR അല്ലെങ്കിൽ ചിരഞ്ജീവി ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർലി സ്റ്റാർസ് ആണ്. ഇവർക്ക് അഭിനയം സംഭവമില്ല. ഒരു ഹീറോയിസ്റ്റും സ്റ്റാർഡ് കാണിക്കുന്നത്. പക്ഷെ മമ്മൂട്ടി മോഹൻലാൽ രണ്ടും ഉണ്ട്. സ്റ്റാർഡും ഉണ്ട്, അഭിനയവും ഉണ്ട്. വിജയന് പണ്ട് സിദ്ദിഖ് നടൻ പറഞ്ഞിട്ടല്ലോ, വിജയ് ഒരു താരം മാത്രമാണ്. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ താരവുമാണ്, നടന്മാരുമാണ്. വിജയ്ക്ക് ഇങ്ങനത്തെ ഇത്രയും നല്ല ഇതുണ്ട്. പൊളിറ്റിക്സ് ഇറങ്ങാൻ കാണുമ്പോൾ അത്രയും സപ്പോർട്ട് കിട്ടാൻ കാരണം സിനിമയിലൂടെയാണ്. സിനിമയിൽ ഇത്രയും ഫോളോവേഴ്സിനെ ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ നല്ല എല്ലായിടത്തും നല്ല മാർക്കറ്റ് ഉണ്ട്. രജനീകാന്തിനെക്കാട്ടും മാർക്കറ്റ് ഉണ്ട്. തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും മാർക്കറ്റ് ഉള്ളത് വിജയ്ക്കാണ്. ഇതുപോലെ വിജയ് കമലഹാസനോട് വലിയ നടനൊന്നുമല്ല.